BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടവർ ഏറെയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വിവാദങ്ങളിൽ അകപ്പെട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ ഉപേക്ഷിച്ച നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത്. 3 ലൈംഗിക പീഡന പരാതികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നു വന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ആദ്യത്തെ പരാതി. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖകളും വാട്സപ്പ്, ടെലഗ്രാം ചാറ്റുകളും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. രണ്ടാമത്തെ പരാതി ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന 23-കാരിയിൽ നിന്നായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാനും കേസിൽ പ്രതിയായിരുന്നു. സാമ്പത്തിക ചൂഷണവും ക്രൂരപീഡനവുമായിരുന്നു മൂന്നാമത്തെ യുവതി നൽകിയ പരാതി. ഇതിനെ തുടർന്ന് പോലീസ് മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 3 കേസിലും മുൻകൂർ ജാമ്യം ലഭിക്കുകയായിരുന്നു. നിലവിൽ പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് സജീവമായി തുടരുകയാണ് മാങ്കൂട്ടത്തിൽ. പല രാഷ്ട്രീയ വിഷയങ്ങളിലും തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ കണ്ണൂർ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനും പിന്തുണ നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. ലൈംഗിക അതിക്രമ കേസ് വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിനു പിന്നാലെയുള്ള വേട്ടയാടലാണെന്നുള്ള അതുലിന്റെ പോസ്റ്റിലാണ് പിന്തുണ നൽകി മാങ്കൂട്ടത്തിൽ കമന്റ് ഇട്ടത്. കുമാരപിള്ള സഖാവിന്റെ കാലം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ശരിയും തെറ്റും കോടതി തീരുമാനിക്കട്ടെ. കോടതി തെറ്റുകാരൻ എന്ന് പറയാതെ നിന്നെ തള്ളി പറയില്ല. ആരോഗ്യ മേഖലയുടെ കടയ്ക്കൽ കത്രിക വെച്ച അഭിനേത്രിയുടെ തനി നിറം തുറന്നു കാണിച്ച കണ്ണൂരിന്റെ സമരനായകൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കമന്റ്. കൂടാതെ കരുനാഗപ്പള്ളി MLAയും കോൺഗ്രസ് നേതാവുമായ CR മഹേഷും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം ഇരിക്കുന്ന ചിത്രത്തിൽ ഏറെ കാലത്തിന് ശേഷം പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടുമുട്ടി എന്ന് CR മഹേഷ് തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. ഇതിൽ കമന്റുമായി രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു. അത്രമേൽ പ്രിയപ്പെട്ടവൻ ചേർത്ത് നിർത്തുന്ന ഒരുത്തൻ എന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദങ്ങൾ കത്തി നിന്നിരുന്ന സമയത്തും അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ ഒരു വിഭാഗം ഇപ്പോഴും രാഹുലുമായി അടുത്ത സൗഹൃദം തുടരുന്നുണ്ടെന്നാണ്. കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും രാഹുലിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.